രാജു, അവരെന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് കൊള്ളു മറിയോ? അവരെന്തോ സംസാരിക്കരുതോ, അതിനെ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കിതൊക്കെ കാണുമ്പോ ദേഷ്യം വരും. എന്നാ നീ വാ, നമുക്ക് പോവാം. അല്ല, സാറ് നമ്മളെ കണ്ടാലോ? എനിക്കൊരു ചമ്മല്. അവർക്ക് ചമ്മലൊന്നും ഇല്ലല്ലോ. അവര് കാണാതെ നമുക്ക് ഇവിടെ നിൽക്കാം. അവര് പോയതിനു ശേഷം നമുക്ക് തിരികെ പോയാൽ മതി. അംബികയുടെ സപ്പോർട്ടോടെ ഇവരച്ഛനും ചീത്തപ്പേര് കേൾപ്പിക്കാൻ രാജു. പുതിയ പുതിയ ഐഡിയയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നല്ല കാര്യവും ചെയ്യാൻ തോന്നും. മുൻമന്ത്രി പ്രതാപ സാറല്ലേ ഇത്? സാർ തുടങ്ങാൻ പോയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കെട്ടിടമാണത്. നീ വാ, നമുക്ക് നോക്കാം. വന്നു അടുത്ത ശല്യങ്ങള്. അച്ഛനെ അവരെയും കൂട്ടിക്കലർത്തി ഇങ്ങനെ എന്തൊക്കെ ഗോസിപ്പുകളാ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം. സോറി. അയ്യോ സോറി, ഞാനല്ലേ പറയേണ്ടത്. കാലൊന്ന് തട്ടിയതാ. ഇതെന്തൊക്കെയാ രാജു? എനിക്കിത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? അതിനവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഋതു. അവരൊന്ന് വീഴാൻ പോയപ്പോ സാറ് ഹെൽപ്പ് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. രാജുവിന് ഇതൊക്കെ നിസ്സാരം. എന്റെ അച്ഛന്റെ പേരാ ചീത്താവാൻ പോകുന്ന. നമുക്കെന്നാ പോവാൻ സാർ. സിസ്റ്ററിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? വീട്ടില് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരാൾക്ക് സുഖമില്ലാത്തതാ. ഓ, എങ്കിൽ നമുക്ക് ഇറങ്ങാം. വരൂ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ഏത് ചാനലാ? സിറ്റി മീഡിയൻ സാർ. ഇത് സാറിന്റെ വൈഫാണ് സാർ. അല്ല, ഇത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഇൻചാർജ്. പേര് പവിത്ര. ഹൈ മാം. സർ, സാറിനെ ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ? തീർച്ചയായും. അതിനെന്താ സംശയം? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റിനെ പറ്റി ഒരു സ്റ്റോറി ചെയ്തോട്ടെ സാർ. വളരെ സന്തോഷം. പക്ഷേ ഇപ്പൊ വേണ്ട, ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് തിരക്കുണ്ട്. സ്റ്റോറി നമുക്ക് ചെയ്യണം. അത് മറ്റൊരു അവസരത്തിൽ ചെയ്യാം. എന്താ പോലെ? ശരി സാർ. സിസ്റ്റർ രാജു കുട്ടി. പക്ഷെ ഒരാൾക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുവളിയാ? കൂളംപറയിൽ അടയ്ക്കാന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. എത്രയും പെട്ടെന്ന് വിവാഹമോചനം നടത്തി ആ എണ്ണം കെട്ടവളെ ഒഴിവാക്കിയില്ലെങ്കിൽ അവളുടെ കൈകൊണ്ടായിരിക്കും നിന്റെ എന്റെ മരണം. ഞാൻ ഇറങ്ങുക. നീ എന്താ മതിയാക്കിയോ? മതിയാക്കി. യവനാണ് അളിയാ ഭാഗ്യവൻ. ഇവന്റെ ലൈഫൊക്കെ വളരെ ഹാപ്പി അല്ലേ? രുക്മിണി ആന്റി ഇവന്റെ ലൈഫ് തന്നെ സേഫ് ആക്കിയില്ലേ? അവരെ ഞാൻ ശരിയാക്കും. ആ സമയത്തെ അവരുടെ ഒരു പ്രേമം. ഒന്നുമില്ലെങ്കിലും ഇത്രയും പ്രായമുള്ള മനുഷ്യനാണെന്നെങ്കിലും ഓർക്കണ്ടേ? എന്താ ഋതു ഇത്? എന്റെ അമ്മയ്ക്കാണെങ്കിൽ യാതൊരു ചൂടുമില്ല. ഇതിങ്ങനെ തുടർന്ന് പോയാലേ അച്ഛന്റെ മനസ്സിൽ അംബികയും മീഡിയക്കാരും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്ന് അവരെ പ്രതിഷ്ഠിക്കും. അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ലെന്ന മട്ട. ഇങ്ങനെയുണ്ടോ ഭാര്യമാര്? നീ എന്താ ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്ന? ഞാൻ പിച്ചും പെയ്യും പറയുന്നൊന്നും അല്ല. കണ്ടില്ലേ അച്ഛന്റെ പുറകെ ആ സംയുക്ത വന്നതിന് മീഡിയക്കാരുടെ ഓരോ ചോദ്യം. ഒടുവിൽ എല്ലാ ഓൺലൈൻ ചാനലുകളിലും ഇത് ഗോസിപ്പായിട്ട് വരും. വലിയ വിഷയമാവും. ഒരു കളങ്കവും കറപ്ഷനും ഇല്ലാത്ത എന്റെ അച്ഛൻ അവര് കെട്ടേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഋതു. അത് രാജുവിന് എങ്ങനെ അറിയാം അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്?
ഋതികയുടെ അച്ഛനായിരിക്കും വർമ്മ സാറ്. പക്ഷേ ഞാൻ ആ വലിയ മനുഷ്യന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടേ വർഷം കുറച്ചായി. എനിക്കറിയാൻ സാറിന്റെ മനസ്സ്. അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റിലും ചെന്ന് വീഴില്ല. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാണേ. വർമ്മ സാറിന്റെ മൊത്തമായും ചില്ലറയായും വാങ്ങിച്ച ആൾക്ക് വേദനിച്ചെങ്കി സോറി. ഋതുവിന്റെ വികാരവും വിചാരവും എനിക്ക് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് തന്നെയാ ഞാൻ വർമ്മ സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ദേ, പേഴ്സണാലിറ്റിക്കും സ്വന്തം കുടുംബത്തിനും ദോഷം വരുന്ന ഒരു കാര്യവും സാർ ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ടൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ഓഹോ, ഞാൻ വിചാരിച്ചതേ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേഡിയം റെഡിയാക്കുവാണെന്നാ. സ്റ്റേഡിയോ? ആ അതെ. ഈ സോഫയും കസേരയൊക്കെ കണ്ടാലേ VIP ഗാലറി പോലെ തോന്നുന്നുണ്ട്. ആ, അങ്ങനെയാണെങ്കിലേ ടിക്കറ്റ് വെച്ച് ആളെ കയറ്റേണ്ടി വരും. അത് വേണ്ട. നാളെ മുതല് ഫുട്ബോൾ ലോകകപ്പല്ലേ. കളി കാണാൻ വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇത്തവണ ഏത് ടീം ജയിക്കുന്നുള്ള കാര്യത്തില് ഞാൻ പ്രവചിക്കുന്നില്ല. ആ, അതാ നല്ലത്. കഴിഞ്ഞ തവണ പറഞ്ഞ ടീമേ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തു പോയില്ലേ? ഓ, അതിപ്പോഴും ഓർമ്മയുണ്ടല്ലേ? അത് മറക്കാൻ പറ്റുമോ? പ്രവചനമൊന്നും വേണ്ട. ആദ്യം കളി എവിടെ കാണാന്ന് പറയും. നമ്മുടെ സി കേരളം ചാനലിലും Z5 ആപ്പിലും നമുക്ക് കളി കാണാം. ഓ, അപ്പൊ വീടും റെഡി, റിമോട്ടും റെഡി. എങ്കിൽ നാളെ മുതൽ ഒരു നിയമം. എന്ത് നിയമം? ഓക്കെ ഇല്ല, സോറി ഇല്ല, പിന്നെ ഗോൾ മാത്രം. ഗോൾ, ഡബിൾ ഗോൾ.